ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മളിന്ന് അങ്ങാടിപ്പുറത്തേക്കാണ് കേട്ടോ പോണത്. അവിടെ തളിക്ഷേത്ര ആരാധന സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ട് ഒരു സർവേശ്വരി പൂജ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തളിയിൽ അമ്പലത്തിലെത്തി. അവിടെ നിന്ന് തൊഴുത് ചായയൊക്കെ കുടിച്ചിട്ട് ഒരു നാമജപത്തോട് കൂടിയിട്ടുള്ള ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു കേട്ടോ. പിന്നെ തിരുമാതാംകുന്നിലേക്ക് നമ്മളെ തിരുമാതാംകുന്നിൽ വെച്ചിട്ടാണ് നമ്മളെ സർവേശ്വരി പൂജ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് അമ്മമാരും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു പോണ സമയത്ത് നല്ല വെയിലായിരുന്നു. നമുക്ക് വെയിൽ നാമം ചൊല്ലി പോണതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ സർവേശ്വരി പൂജ നടക്കുന്ന ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ആ പൂവൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പൂവും ഇലയും വിളക്കും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ നിന്ന് അവർ എണ്ണയും തിരിയും നമുക്ക് തരും. അങ്ങനെ ഞങ്ങൾ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആചാര്യന്മാർ നമുക്ക് അവിടെ നിന്ന് സർവേശ്വരി പൂജ ചെയ്യാനുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞിട്ട് നമുക്ക് ലളിതാസഹസ്രനാമമാണ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ ഏറ്റു പറഞ്ഞ് പൂജയൊക്കെ ചെയ്തു. പൂജ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ രാവിലെ വന്നപ്പോൾ എല്ലായിടത്തൊന്നും തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും നിഷയും ബേബി ചേച്ചി തമ്പൂരും കൂടി ഞങ്ങൾ എല്ലായിടത്തും തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും തൊഴുത് പിന്നെ അപ്പോൾ ബേബി ചേച്ചി അവിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കണ്ടു. പിന്നെ നമ്മൾ നേരെ പോണത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കവർ നല്ല അടിപൊളി ഭക്ഷണം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസവും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു സദ്യ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രഭാഷണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പ്രഭാഷണമൊക്കെ കേട്ടിരുന്ന് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനിൽ കയറി ഞങ്ങൾ നേരെ വാണിയമ്പലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ വാണിയമ്പലത്ത് നിന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് ഓരോ വഴിക്ക് പിരിഞ്ഞു പോയി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്